പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ പുതിയ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എൻ്റെ പേര് ജാസ്മിൻ. എനിക്ക് 21 വയസ്സുണ്ട്. വീട് കാഞ്ഞിരപ്പള്ളിയിലാണ്. എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയുമാണ്. ഇതെന്റെ മാത്രം കഥയല്ല കേട്ടോ. എൻ്റെ അമ്മായിയപ്പനുമായി എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എൻ്റെ കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടാണ് എൻ്റെ ചേട്ടനുമായി ഞാൻ ഇഷ്ടത്തിലാവുന്നത്. 1.5 വർഷത്തെ പ്രണയത്തിന് ശേഷം ഞങ്ങൾ വിവാഹം കഴിച്ചു. അതിനു മുമ്പ് കാര്യമായിട്ടൊന്നും കറങ്ങാനൊന്നും പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കാമുകനായി ഇരിക്കുമ്പോൾ കിട്ടേണ്ടതൊക്കെ കിട്ടാനും കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാനും കാര്യമായി സാധിച്ചിട്ടില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 2-3 മാസങ്ങളിൽ ദിവസം 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം വീതം എനിക്ക് എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒരു ആക്രാന്തം ചേട്ടൻ എന്നോടുണ്ടായിരുന്നു. അത് തീർന്നതോടുകൂടി ദിവസത്തിൽ 1 കിട്ടിയാൽ. പക്ഷെ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമായിരുന്നു. ഒരു ദിവസം വീട്ടിൽ അമ്മയില്ലാതിരുന്നപ്പോൾ അച്ഛൻ, അതായത് എൻ്റെ അമ്മായിയപ്പൻ, എന്നോട് വന്ന് ചോദിച്ചു, മോളെ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ കാര്യം ഞാനും മോളും മാത്രം അറിഞ്ഞാൽ മതി. വേറെ ആരും അറിയരുത്. മോൾക്കിപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കലാപരിപാടികൾ ഉണ്ടെങ്കിൽ മോളുടെ ഓരോരോ പ്രത്യേക ശബ്ദങ്ങൾ ഞാൻ നന്നായി കേൾക്കാറുണ്ട്. എനിക്ക് ഈ ശബ്ദങ്ങൾ കേൾക്കുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മോളെ സഹായിക്കാം. ഞാനും മോളും അല്ലാതെ ഇത് മറ്റാരും അറിയില്ല. വീട്ടിൽ അവളില്ലാത്തപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനായില്ല. അദ്ദേഹത്തിന് എങ്ങനെ എന്നോട് ഇതൊക്കെ പറയാൻ തോന്നി? ഞാൻ വേഗം തന്നെ എൻ്റെ മുറിയിലേക്ക് പോയി വാതിലടച്ചു. കാരണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കേട്ട് എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ഭയം പോലെ. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ അദ്ദേഹവും ഞാനുമായി എന്താണ് ബന്ധം? ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനെ അല്ലേ? നേരിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ എന്താണ് തെറ്റ് എന്ന് തോന്നിപ്പോയി. പക്ഷേ ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാലോ? അതായിരുന്നു എൻ്റെ പ്രധാന പേടി. എനിക്കത് ആരോടെങ്കിലും ഒന്ന് പറയണം. എൻ്റെ സ്വന്തം അച്ഛനോടോ അമ്മയോടോ പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ കുടുംബജീവിതം തന്നെ തകരും. കെട്ടിയവനോടാണെങ്കിൽ ഒട്ടും പറ്റില്ല. എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരിയുണ്ട്. അവളെ വിളിച്ച് ഞാൻ ചെറിയ രീതിയിൽ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ ഒരു ഭാഗ്യവതിയാ മോളെ. നല്ല ഭാഗ്യമല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, പക്ഷേ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞ് അവളും എന്നോട് പറഞ്ഞു. നീ നിനക്കറിയാമോ, എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ 6 മാസമായി. ഈ 6 മാസക്കാലം കൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അത്രയ്ക്കൊന്നും ഇല്ലല്ലോ നിനക്ക്. പക്ഷേ എൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ എൻ്റെ അമ്മായിയപ്പനെ വളച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത്. എടീ, നീ ഇപ്പോൾ അങ്ങേരുമായി. അതെ പെണ്ണെ, എന്താ തെറ്റ്? കാക്കയുടെ വിശപ്പും മാറും, പശുവിന്റെ കടിയും തീരും. നമുക്കിതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല. നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുകയും ചെയ്യുമല്ലോ. എന്തു പ്രായം കാണും എന്ന് അവൾ എന്നോട് ചോദിച്ചു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചതാണ്. ഒരു 40-45 വയസ്സ് കാണും. പക്ഷേ കണ്ടാൽ ഒരു 35 വയസ്സേ പറയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാം അതുപോലെ പ്രായം കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. മോളെ, നീ കൂടുതൽ ആലോചിച്ചൊന്നും കുളമാക്കണ്ട. നീ സമ്മതം മൂളിക്കോ. ഇതിൽ തെറ്റും ശരിയും ഒന്നും ആലോചിക്കാൻ പോകണ്ട. നിന്റെ ആവശ്യം മാത്രം നീ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ നിനക്ക് നോ പറയാൻ തോന്നുകയില്ല എന്ന് പറഞ്ഞ് അവൾ കോൾ വെച്ചു. പക്ഷെ ഒരു തീരുമാനമെടുക്കാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നോ എന്ന് പറയാനും പറ്റില്ല, പക്ഷേ യെസ് എന്ന് പറയാനും പറ്റില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തിനോട് മിണ്ടിയിട്ടില്ല. കാണുമ്പോഴൊക്കെ ഒഴിവായി നടക്കും. ഞാൻ മിക്ക ദിവസങ്ങളിലും രാവിലെയാണ് കുളിക്കാറ്. അതിനു മുമ്പേ തലേ ദിവസത്തെ എല്ലാ തുണികളും അലക്കും. അത് കഴിഞ്ഞാണ് കുളിക്കാറുള്ളത്. അന്നത്തെ ദിവസത്തെ തുണികൾ ഞാൻ ഊരിയിട്ടാണ് നേരെ കുളിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ ചില ദിവസങ്ങളിൽ ഞാൻ ഊരിയിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഉള്ളിലിടുന്ന വസ്ത്രം ഒന്നും കാണാതെ പോകാറുണ്ട്. ഇതെവിടെ പോയി എന്ന് ഞാൻ മൊത്തം തപ്പി നടന്ന് തിരിച്ചു മുറിയിൽ വന്നപ്പോൾ ഞാൻ ഊരിയിട്ട അതേ സ്ഥലത്ത് തന്നെ കിടപ്പുണ്ട്. എൻ്റെ ചില പ്രത്യേക ഭാഗങ്ങൾ സ്പർശിക്കുന്നിടത്ത്
ചെറിയ ഒരു നനവുമുണ്ട്. വീട്ടിൽ ഞാനും അമ്മായിയപ്പനും മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ ഉറപ്പായി അദ്ദേഹം തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന്. അദ്ദേഹത്തിന് നല്ല താല്പര്യമുണ്ട്. ഞാനൊരു യെസ് പറയേണ്ട താമസം മാത്രം. അദ്ദേഹം നോക്കുമ്പോൾ 21 തികഞ്ഞ ഒരു പെൺകുട്ടി. ആ ഒരു പ്രായത്തിലുള്ള പെണ്ണുമായി ആർക്കാണ് കൊതിയില്ലാതിരിക്കുക? ആ സമയത്താണ് എൻ്റെ അനിയത്തി വീട്ടിലേക്ക് വരുന്നത്. എന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് കൊതി കൊണ്ടൊന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ടേ അവൾ പോകുന്നുള്ളൂ എന്നും പറഞ്ഞു. ഞാൻ മനസ്സിൽ ഓരോന്ന് പ്ലാൻ ചെയ്തു വരുമ്പോഴേക്കും ഇവള് കയറി വന്നല്ലോ. പക്ഷേ ഇവളെയും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. എനിക്കും കൊതിയുണ്ടായിരുന്നു അവളെ ഒന്ന് കാണാൻ. ഒരാഴ്ച എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്ത്രപൂർവം ഇവളെ ഒഴിവാക്കാൻ മറ്റൊരു വഴി ഞാൻ പറഞ്ഞു. ഇന്നിവിടെ നിൽക്കേ, നാളെ ഞാനും കൂടെ വരാം. എന്നിട്ടേ നമുക്ക് 2 ദിവസം ഞാൻ വീട്ടിൽ നിൽക്കാം. ഞാനും മടുത്തു. എനിക്കും അച്ഛനും അമ്മയും കാണാൻ കൊതിയാകുന്നു. അങ്ങനെയാണെങ്കിൽ വെറും 3 ദിവസം. എങ്ങനെയെങ്കിലും തള്ളി നിൽക്കിയാൽ 3 ദിവസം തള്ളി നിൽക്കിയാൽ 4-ാം ദിവസം എന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ നടക്കും. ഒത്തുകിട്ടിയ അവസരം വെറുതെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര തിരിച്ചു. അവളുടെ ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകളും കോളുകളും വരുന്നുണ്ടായിരുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. പക്ഷെ എനിക്കതിൽ ചെറിയ സംശയമുണ്ടായിരുന്നു. വീടെത്തിയപ്പോൾ തന്നെ ഞാൻ അവളുടെ ഫോൺ മുഴുവൻ അരിച്ചു പറക്കി. അവളുടെ ലൈനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവരുടെ മെസ്സേജുകൾ കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. പലതരത്തിലുള്ള ഫോട്ടോകൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിരിക്കുന്നു. അതും എല്ലാം തന്നെ കാണിച്ചുകൊണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് അവളോട് ചോദിച്ചപ്പോൾ ആദ്യം അവൾ എന്നോട് ചൂടായെങ്കിലും എന്നെ കല്യാണം കഴിച്ചതൊക്കെ ആയതുകൊണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അവൾ എന്നോട് പറയുകയാണ്, ചേച്ചിക്ക് ഇതൊക്കെ സ്ഥിരം കിട്ടുന്നത് കൊണ്ട് വേണമെന്നുണ്ടാവില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ലല്ലോ ചേച്ചി. ഒരു തവണ കിട്ടി, അതിൽ പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. എന്റെ ആ ഒരവസ്ഥ എനിക്ക് തന്നെ അറിയാമല്ലോ. പിറ്റേന്ന് തന്നെ ഞാൻ തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ചെന്നപാടെ അമ്മായിയപ്പന്റെ ചോദ്യം. ആ, സുഖമാണച്ചാ. അവൻ ജോലിക്ക് പോയി. അമ്മ പശുവിനെ അഴിച്ചു കെട്ടാൻ പോകുന്നത് കണ്ടു. എന്റെ മനസ്സിൽ ചെറിയൊരു പേടി തോന്നി. അമ്മായിയപ്പൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്നാൽ കൂട്ടുകാരി ഫോണിൽ പറഞ്ഞതുപോലെ ചെറിയൊരു ആഗ്രഹവും. ഞാൻ പതിയെ അകത്തേക്ക് കയറി. എന്റെ റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അടുക്കളയിലേക്ക് നടന്നു. ഒരു ഗ്ലാസ് വെള്ളം മുക്കി കുടിച്ചുകൊണ്ടിരുന്നതിനിടയിലാണ് മോളെ എന്നൊരു വിളി. അമ്മായിയച്ഛനാണ്. എന്താച്ചാ? മോളെ, അടുപ്പേൽ കഞ്ഞിവെള്ളം കാണും. ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ശകല ഉപ്പിട്ട് അച്ഛന് താ കുടിക്കാൻ. ശരിയച്ചാ, ഞാൻ പറഞ്ഞു. ചൂടായ കഞ്ഞിവെള്ളം ഞാൻ ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ച് ആറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് കയറി വന്നത്. എന്തിയെ മോളെ വെള്ളം? ഭയങ്കര ചൂടാച്ചാ, ഇപ്പോൾ തരാം. മോളെ, വെള്ളം ചൂടോടെ കുടിക്കണം. അച്ഛനാ പറഞ്ഞതിൽ ഒരു ദ്വയാർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് ചിരിച്ചു. എന്റെ ആ ചിരി കണ്ടപ്പോൾ അച്ഛൻ എന്തോ ധൈര്യം വന്നതുപോലെ. അച്ഛൻ പതുക്കെ എന്റെ അടുത്തേക്ക് നടന്നു വന്നു. ഞാനൊന്നും അറിയാത്തതുപോലെ അടുക്കളയുടെ സ്ലാബിൽ ചാരി നിന്ന് പാത്രത്തിൽ നിന്ന് കഞ്ഞിവെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. പിന്നെ എവിടെ സംഭവിച്ചത് ഇവിടെ വിവരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു.